ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കാനിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു 8,000 to 9,000 റുപ്പീസ് സേവ് ചെയ്യാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് മെയ്സൺ മാർജല്ലയുടെ ബൈ ദ ഫയർ പ്ലേസ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് വിൻ്ററിന് വേണ്ടിയിട്ട് ഒരു നല്ല ചോയ്സാണ്. പക്ഷേ ഇത് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അതായത് വാങ്ങിക്കരുത്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തേക്കുന്ന ബേണിംഗ് വുഡ് ആൻഡ് ചെസ്നട്ട് അത് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്ന ഒരു നല്ലൊരു ബേണിംഗ് വുഡിൻ്റെയും ഒരു വാനിലയുടെ സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു വാനില ബേസിൽ വരുന്നൊരു പെർഫ്യൂമാണ്. ആൻഡ് ഇവരുടെ ഈ റെപ്ലിക്ക ഇത് കണ്ടാരും തെറ്റിദ്ധരിക്കരുത്. ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ഒരു ക്ലോൺ ഇറക്കുന്ന കമ്പനിയാണെന്നാണ്. പിന്നെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞു വന്നത്. ആൻഡ് അവരുടെ പ്രൈസാണ് എല്ലാത്തിനും EDT കോൺസെൻട്രേഷന് ഒരു 12,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്രയും പ്രൈസിന് ഇത് വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. പൈസ ഉള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. ആൻഡ് ഇത് ലത്താഫിൻ്റെ അമീർ അല്ലൂദ്. ഞാൻ നോട്ട്സ് വെച്ചൊന്നുമല്ല കമ്പാരിസൺ പറയുന്നത്, ഇതിൻ്റെ സ്മെല്ല് അതുമായിട്ട് നല്ല ഐഡൻറ്റിക്കലാണ്. ആൻഡ് ഇതിനൊരു 1,400 രൂപയൊക്കെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ലാവിഷായിട്ട് അടിക്കാം. അപ്പോൾ ഇത് നല്ല ഡെൻസായിട്ടുള്ള അതുപോലെ തന്നെ ആ ഒരു വാനില ബേണിംഗ് വുഡ് അത് ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തും കിട്ടും. ഇങ്ങനത്തെ വാം കുറച്ച് ഡാർക്ക് കുറച്ച് വാനില അങ്ങനത്തെ പെർഫ്യൂംസ് ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.